ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗോതമ്പ് ദോശയ്ക്കുള്ള എഗ്ഗും വെജിറ്റബിൾസും ചിക്കനും എല്ലാം വെച്ച് നല്ല അടിപൊളി ഒരു ഫില്ലിങ്ങോട് കൂടിയ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. കറികളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ നേരമില്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. കട്ടകളില്ലാതെ നന്നായി തന്നെ ഒന്ന് കലക്കിയെടുക്കണം. നമുക്കത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ട് തന്നെയാണൊന്ന് ഇതുപോലെ ഒന്ന് കട്ടകൾ ഉടച്ചെടുക്കുന്നത്. ഓവർ ലൂസായി പോകാതെ കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലോട്ട് ഇപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഓവർ ലൂസായി പോകാതെ ഇത്രയും തിക്നെസ്സിൽ നമ്മൾ ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു ബൗളെടുത്ത് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതാക്കി ഒന്ന് പിച്ചി എടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിതിൽ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഓപ്ഷണലാണ്. ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് വെച്ചാൽ ചിക്കൻ ബാലൻസിനെങ്കിൽ ഇതുപോലെ ഒന്ന് പിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചൊന്ന് ചുട്ടെടുക്കാം. സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഈ സമയം ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ദോശ ബാറ്റർ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഓവർ തിന്നായി പോകാൻ പാടില്ല, ഓവർ തിക്കും ആവരുത്. ഒരു മീഡിയം ലെവലിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ദോശയ്ക്ക് മുകളിൽ അല്പം ഓയിലോ ഗീയോ കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടെ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം. ആ സൈഡും കൂടെ മൊരിഞ്ഞ് വന്നതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ക്രിസ്പിയാക്കി എടുക്കണം. ഗോതമ്പ് ദോശ ആയതുകൊണ്ട് ഒരു തവണ കൂടെ അതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താലാണ് നല്ല ക്രിസ്പിയായി കിട്ടുന്നത്. അങ്ങനെ ക്രിസ്പിയാക്കി എടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിയേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ഇതേ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് എഗ്ഗും ചിക്കനും വെജിറ്റബിൾസും കൂടി ബീറ്റ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ദോശയിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്മിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് കൂടെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ദോശ ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് മൊരിയിച്ചെടുക്കുന്നതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതിയാവും. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നും നമുക്ക് റെഡിയാക്കി എടുക്കാം.
ഈ ഒരു രീതിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും എല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.